ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു സ്കിൻ കെയറും 3 ഹെയർ കെയർ പ്രൊഡക്ട്സും കുറച്ച് മാസങ്ങളായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ അതിൻ്റെ അഭിപ്രായമാണ് കേട്ടോ ഞാനിന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ ഞാൻ രമ്യ ഹരിശങ്കർ. ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്ത കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കൂ. ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടുത്തൊരു ബെല്ലുണ്ട്, അതിൽ ഓൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് പോവാം. ആദ്യത്തെ പ്രൊഡക്റ്റ് ഏതാണെന്ന് വെച്ചാൽ ഇത് ഒരു റോസ് വാട്ടർ മിസ്റ്റാണ്. അറിയാലോ, എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡാണ് ജ്യൂസി കെമിസ്ട്രിയുടെ ഒരു ബൾഗേറിയൻ റോസ് വാട്ടർ ഉണ്ട്. ഇത് ഭയങ്കര ഹൈപ്ഡ് പ്രൊഡക്റ്റാണ്. ഞാൻ കഴിഞ്ഞ ഒരു 8 മാസമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റായിട്ടുള്ള റിവ്യൂ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട്. ഇത് സൂപ്പറായിട്ടുള്ളൊരു റോസ് വാട്ടറാണ്. നിങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള ഓർഗാനിക്കായ പക്ക ഫ്രഷ് ആയിട്ടുള്ള റോസ് വാട്ടർ നോക്കുകയാണെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ അഭിപ്രായത്തിൽ ഇത് ജ്യൂസി കെമിസ്ട്രിയുടെ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റാണ് എന്ന് വേണം പറയാം. അതുമാത്രമല്ല, എനിക്ക് തോന്നുന്നു ജ്യൂസി കെമിസ്ട്രിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലേഴ്സുമാണ് ഇത്. ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് മൾട്ടിപർപ്പസ് വാട്ടറായിട്ട് യൂസ് ചെയ്യാം, റോസ് വാട്ടറായിട്ട് യൂസ് ചെയ്യാം. ഇത് നമുക്ക് ടോണറായിട്ട് മുഖം കഴുകി കഴിഞ്ഞ ശേഷം ടോണറായിട്ട് യൂസ് ചെയ്യാം. ഫേസ് മാസ്കിൽ മിക്സ് ചെയ്യാം. അതേമാതിരി മേക്കപ്പ് കഴിഞ്ഞ ശേഷം സെറ്റ് ചെയ്യാനായിട്ട് സെറ്റിംഗ് സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യാം. അല്ല എവിടെയെങ്കിലും പോകുന്ന സമയത്ത് വിയർക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്നൊരു റിഫ്രഷ്മെൻറ്റ് വേണം എന്നൊക്കെ തോന്നുന്ന സമയത്ത് നമുക്ക് സ്പ്രേ ചെയ്യാം. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് അടിക്കാറുണ്ട്. കുറച്ച് ഡള്ളായി തോന്നുകയാണ്, നമുക്ക് ഒരു മൂഡൊന്ന് ചേഞ്ച് ചെയ്യണം എന്നുള്ള സമയത്തൊക്കെ ഇത് ഞാൻ അടിക്കാറുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതൊരു ഗ്ലാസ് ബോട്ടിലാണ് വരുന്നത്, ഒരു ബ്ലൂ കളർ ബോട്ടിലാണ് വരുന്നത്. നല്ല സ്പ്രേ ആണ്. എൻ്റെ സ്പ്രേ നോസിലും ഒക്കെ വളരെ നന്നായിട്ട് സ്പ്രെഡാവും. അല്ല, റോസിൻ്റെ ഒരു പക്ക റോസിൻ്റെ മണമാണ്, ആർട്ടിഫിഷ്യൽ മണമൊന്നുമല്ല. ഒരു പക്ക റോസിൻ്റെ മണം കണ്ട് എന്ത് സുഖം അറിയോ. നമ്മളൊരു സ്പാ കഴിഞ്ഞ ഒരു സുഖം പറയില്ല, ആ ഒരു ഫീലിംഗ് ആണ്. ഭയങ്കര റിഫ്രഷിങ് ഫീലിംഗ് വരും. ചൂടുള്ള സമയത്ത് ഞാനിത് ചിലപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. എന്നിട്ട് ആ ചൂട് കൊച്ചിയല്ലേ, ഭയങ്കര ചൂട് തോന്നുന്ന സമയത്ത് ഇത് ചിലപ്പോൾ അടിക്കാറുണ്ട്. ഭയങ്കര ഫ്രഷായിട്ട് തോന്നാറുണ്ട്. അപ്പം ഇത് എന്തായാലും മസ്റ്റ് ബൈ ആണ് എന്ന് ഞാൻ പറയും. പക്ഷേ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും ഞാൻ പറയാത്തതുകൊണ്ട് ഞാനിപ്പോൾ പറയാം. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ, എനിക്കൊരു ചെറിയൊരു സംശയം. ഇത് ബൾഗേറിയൻ റോസ് വാട്ടർ നമുക്ക് 2 സൈസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് 50 ml നമുക്ക് അവൈലബിൾ ആണ്. അതിന് പ്രൈസ് വരുന്നത് 350 റുപ്പീസ്. ആൻഡ് 110 ml നമുക്ക് വരുന്നുണ്ട്. ഇത് 110 ml ബോട്ടിലാണ്. അതിന് പ്രൈസ് വരുന്നത് 650 റുപ്പീസാണ്, 650 രൂപയാണ്. ഞാൻ പറഞ്ഞ പോലെ നമുക്കിതൊരു മൾട്ടിപർപ്പസ് മിസ്റ്റാണ്, സ്പ്രേ ആണ്. എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് എൻ്റെ ബാത്റൂമിൽ ഒന്ന് വെച്ചിട്ടുണ്ട്, ഒന്ന് ഫ്രിഡ്ജിലൊന്നുണ്ട്. അങ്ങനെ ഞാനിതൊരു കഴിഞ്ഞ 8 മാസമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ ഇതുവരെ യൂസ് ചെയ്ത ഏറ്റവും ബെസ്റ്റ് റോസ് വാട്ടർ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ എന്തായാലും വാങ്ങണം. ഇതൊരു മസ്റ്റ് ബൈ ആണ്. ഇന്ന് കാണിക്കുന്ന മിക്ക പ്രൊഡക്റ്റുകളും മസ്റ്റ് ബൈ ആണ് കേട്ടോ. ഓക്കെ, പിന്നെ ഇതല്ലാതെയുള്ള ജ്യൂസി കെമിസ്ട്രിയുടെ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് കൊടുക്കാം. അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടെ ഞാൻ പറയണം എന്ന് വിചാരിച്ചു. നിങ്ങൾ കേരളത്തിൽ ആണ്, കൊച്ചിയിലാണെങ്കിൽ അല്ലെങ്കിൽ കൊച്ചിയിലേക്ക് വരികയാണെങ്കിൽ കൊച്ചിയിൽ ലുലു മോളിൽ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോ സെക്കൻഡ് ഫ്ലോറിലോ ആയിട്ട് ജ്യൂസി കെമിസ്ട്രിയുടെ ഷോപ്പ് തുറന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ടും അവിടെ നിന്ന് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഹെയർ കെയർ പ്രൊഡക്ട്സിലേക്ക് പോവാം. ഇതാണ് ആകെയുള്ള ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഹെയർ കെയർ പ്രൊഡക്ട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ലൊരു നിങ്ങളുടെ മുടി ഭയങ്കര ഡ്രൈ ആണ്, ഫ്രിസിയാണ്, ചകിരി മാതിരി ഇരിക്കുന്ന മുടിയാണെങ്കിൽ സോഫ്റ്റ് ആക്കാൻ ഞാൻ കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ജസ്റ്റ് ഹെർബ്സിൻ്റെ ഈ ഒരു ഹെയർ മാസ്ക്. ഇതെങ്ങനെയാ അറിയോ, ഇതിൻ്റെ ടെക്സ്ചർ ശരിക്കും നമ്മൾ ക്രീമില്ലേ, വിപ്പിംഗ് ക്രീം നമ്മൾ കേക്കിലൊക്കെ സ്പ്രെഡ് ചെയ്യില്ലേ, അതിൻ്റെ ഒരു ടെക്സ്ചറാണ്. മണം സൂപ്പർ മണമാണ് കേട്ടോ. എനിക്ക് തോന്നിയത് താമരയുടെ മണമായിട്ടാണ് എനിക്ക് തോന്നിയത്. കണ്ടോ, ഇത് എൻ്റെ എത്രാമത്തെ ഡബ്ബയാണെന്നുള്ളത് ഐ ലോസ്റ്റ് കൗണ്ട്.
എന്നാൽ ഉള്ളത് അത്രയും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റാണ്. എപ്പോഴൊക്കെ മുടി ഡ്രൈ ആവാമെന്ന് തോന്നണോ അപ്പോഴെല്ലാം ഞാനിത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് മുടിയിലേക്ക് മാത്രമല്ല നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളത്, ഇത് സ്കാൽപ്പിലേക്കും നമുക്ക് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ പാക്കേജിങ് ഇപ്പം മാറി, ഇതാണ് ഇപ്പോൾ പുതിയ വരുന്നത്. നേരത്തെ ഇതിൻ്റെ പാക്കേജിങ് ശംഖുപുഷ്പം ഹെയർ മാസ്ക് എന്നായിരുന്നു അതിൻ്റെ പേരും, പാക്കേജിങ്ങും വേറെയായിരുന്നു. ഇപ്പോൾ അവർ മൊത്തം ബ്രാൻഡെ മാറ്റിയെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ ഒരു പേര് കൊടുത്തിരിക്കുന്നത് നറിഷിങ് ഹെയർ മാസ്ക് എന്നാണ്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ആമല, ശംഖുപുഷ്പം ആൻഡ് ഭൃംഗരാജ് ഉണ്ട്. അതാണ് മെയിൻ വരുന്ന കണ്ടൻസ്. അല്ലാതെയും കുറേ നല്ല നല്ല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, തലേ ദിവസം തന്നെ തലയൊക്കെ നന്നായിട്ട് ഷാമ്പൂ ഇട്ട് കഴുകും. നമുക്ക് ഏത് ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിലും തല വൃത്തിയായിട്ടിരിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിലും നന്നായിട്ട് ഫേസ് വാഷൊക്കെ ഉപയോഗിച്ചിട്ട് മുഖം കഴുകിയ ശേഷമല്ലേ നമ്മളൊരു ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യുന്നത്. ആദ്യം അതിൽ തന്നെ തലയും വൃത്തിയായിട്ട് കഴുകിയ ശേഷം ഡ്രൈ ഹെയറിലാണ് ഈ ഒരു ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഇത് ഹെയറിൽ മാത്രമല്ല സ്കാൽപ്പിലും അപ്ലൈ ചെയ്യാം. ഇത് ഹെയർ ഗ്രോത്തിനും ഹെയർ ഡ്രൈ ആയിട്ടുള്ള ഹെയർ നല്ല സൂപ്പർ സോഫ്റ്റായിട്ട് വയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ കണ്ടീഷണർ വേണ്ട. ഓക്കെ, സോ ഇതെന്തായാലും ഇതും ഒരു മസ്റ്റ് ബൈ ആണ് കേട്ടോ, ഈ ഒരു ഹെയർ മാസ്ക്. സോ ഞാൻ എങ്ങനെയാണ് ഉപയോഗിച്ചതെന്നുള്ളത് ഞാൻ പറയാം. തലേ ദിവസം രാത്രി ഞാൻ തലയൊക്കെ വാഷ് ചെയ്യും. പിറ്റേ ദിവസം രാവിലെ എണീറ്റിട്ട് ഈ ഒരു ഹെയർ മാസ്ക് തലയൊട്ടിയിലും മുടിയിലും ഒക്കെ അപ്ലൈ ചെയ്യും. നല്ലോണം എടുത്ത് അപ്ലൈ ചെയ്യും, ഇതിലൊരു പിശുക്കില്ല. എന്നിട്ട് അവർ പറയുന്നത് 1 hour ആണ്, ഞാനൊരു 2 hours വയ്ക്കും. 2 hours ശേഷം ചെറുതായിട്ട് കുറച്ച് ഷാമ്പൂ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കി വാഷ് ചെയ്ത് കളയും. വേറെ കണ്ടീഷണറൊന്നും യൂസ് ചെയ്യില്ല. ദാറ്റ്സ് ഇറ്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മുടി എനിക്ക് തന്നെ എടുത്ത് ഞാനിങ്ങനെ ആക്കിക്കൊണ്ടേയിരിക്കും. അത്ര സോഫ്റ്റാണ് കേട്ടോ. അപ്പം ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോബ്ലം ഫ്രിസി ഡ്രൈ ഹെയർ ആണെങ്കിൽ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ഈ ഒരു പ്രോഡക്റ്റ്. ഇതിൻ്റെ പ്രൈസ് ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഇതിൻ്റെ പ്രൈസ് നമുക്ക് ക്വാണ്ടിറ്റി വരുന്നത് 200. പ്രൈസ് വരുന്നത് കുറച്ച് പ്രൈസിയാണ്. 745 rupees ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സ്കാൽപ്പിലും മുടിയിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം ഇത് പറ്റുമെങ്കിൽ ഇതൊന്ന് വാങ്ങി നോക്ക്, ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടില്ല. ഓക്കെ, അടുത്തതും ഒരു ഹെയർ മാസ്ക് ആണ്. എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് കുറേ ഹെയർ കെയർ പ്രൊഡക്ട്സ് ട്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ജസ്റ്റ് ഹെർബ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടമായ ഒരു പ്രൊഡക്റ്റാണ് ഡോട്ട് ആൻഡ് കീയുടെ ഒരു ഹെയർ മാസ്ക്. ഇത് മുരിങ്ങ അർഗൻ ഓയിലുള്ളൊരു ഹെയർ മാസ്ക് ആണ്. ഇത് കംപ്ലീറ്റ് ആയി ഈ ഒരു ബോട്ടിൽ. ഞാനൊരു സെറ്റായിട്ടാണ് വാങ്ങിയത്. പക്ഷേ ഇത് സൂപ്പർ പ്രൊഡക്റ്റ് കേട്ടോ. ഡോട്ട് ആൻഡ് കീ കുറച്ച് ന്യൂ ലോഞ്ചസ് ഇറക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ പഴയ പ്രൊഡക്റ്റുകളെല്ലാം അവർ പുതുതാക്കി കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ട് റീഫോർമുലേറ്റ് ചെയ്തിട്ട് കുറേ ഇറക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മോയ്സ്ചറൈസേഴ്സ്, ഷാംപൂ, കണ്ടീഷണർ, ഹെയർ മാസ്ക്, അവരുടെ ഹെയർ സ്ക്രബ്, സെറം ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വേറൊരു വീഡിയോയിൽ ഞാൻ പറയാം. ഇന്ന് നമ്മൾ എൻ്റെ ഇന്ന് ഞാൻ ഡോട്ട് ആൻഡ് കീയുടെ 2 പ്രൊഡക്റ്റാണ് കാണിക്കുന്നത്. ഒന്ന് ഈ ഒരു ഹെയർ മാസ്ക്, ഇതാണുള്ള മുരിങ്ങയുള്ള ഒരു ഹെയർ മാസ്ക് ആണ്. ജസ്റ്റ് ഹെർബ്സ് മാതിരി തന്നെ എനിക്ക് ജസ്റ്റ് ഹെർബ്സ് ആണ് എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ്. അത് ചിലപ്പോൾ എങ്ങാനും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെങ്കിൽ ഇതാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. ഇതിന് 645 rupees ആണ്. ഇതും 200 ml ആണ് നമുക്ക് പ്രൊഡക്റ്റ് വരുന്നത്. ഇതിൽ പെപ്റ്റൈഡ് സ്ട്രെങ്തനിങ് ഹെയർ മാസ്ക് ആണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പം ഇത് നല്ല ക്രീമി ടെക്സ്ചറിലാണ്. ഇത് ഞാൻ ഡ്രൈ സ്കാൽപ്പിലല്ല അപ്ലൈ ചെയ്യുന്നത്. ഇത് ഷാംപൂ ചെയ്ത ശേഷം നമ്മൾ കണ്ടീഷണറിന് പകരമായിട്ടാണ് ഇത് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇത് സ്കാൽപ്പിൽ ഞാൻ അപ്ലൈ ചെയ്യാറില്ല. ഇത് ഞാൻ മുടിയിൽ മാത്രമാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് തേച്ച് കഴിഞ്ഞാൽ പിന്നെ കണ്ടീഷണറുടെ ആവശ്യമില്ല. അപ്പോൾ ഇതാണ് സെക്കൻഡ് പ്രൊഡക്റ്റ്. ഓക്കെ, തേർഡ് പ്രൊഡക്റ്റ് എൻ്റെ ഫേവറേറ്റ് ഇന്ന് കാണിച്ച എല്ലാ പ്രൊഡക്റ്റും എൻ്റെ ഫേവറേറ്റാണ്. ഞാനിത് ഡബ്ബകളോളം തീർത്തിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഫേവറേറ്റ് എന്ന് പറഞ്ഞത്. ഇത് ഡോട്ട് ആൻഡ് കീയുടെ AHA സ്കാൽപ്പ് സ്ക്രബാണ്. ഇത് AHA സ്കാൽപ്പ് സ്ക്രബാണ് കേട്ടോ. ഇതിൽ ഉള്ളത് കണ്ടോ, എൻ്റെ കയ്യിൽ ഇപ്പം തന്നെ 2 ബോട്ടിലുണ്ട്, 2 ഡബ്ബയുണ്ട്. ഒന്ന് ഞാൻ കളഞ്ഞു. ഇത് ഞാനും ഹരിയും ഒപ്പം യൂസ് ചെയ്യുന്നതാണ്.
അത്ര ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഇതിൽ ആപ്പിൾ സൈഡർ വിനീഗറാണ് മെയിൻ കണ്ടൻറ്റ് വരുന്നത്. ഇത് തുറന്നു നോക്കിയപ്പോൾ എനിക്ക് എങ്ങനെയാണ് മണം വന്നതെന്ന് വെച്ചാൽ നമ്മുടെ പെപ്സോഡൻറ്റിൽ കുറച്ചുകൂടെ പെപ്പർമിൻ്റൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആ ഒരു മണം ഉണ്ടോ വരുന്നത്. നല്ലൊരു പാക്കേജിങ്ങിലാണ് വരുന്നത്. കാണാൻ നല്ല ക്യൂട്ടാണ്. പ്ലാസ്റ്റിക് ഡബ്ബയാണെങ്കിലും കാണാൻ നല്ല ക്യൂട്ടാണ്. ഇതും 200 ml ആണ്. നമുക്ക് പ്രൈസ് വരുന്നത് 695 റുപ്പീസാണ് കേട്ടോ പ്രൈസ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു തരിയാണ്. അതേമാതിരി തന്നെ നല്ല ക്രീമി ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഷവർ റുട്ടീനിൽ ഇത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഡാൻഡ്രഫ് ഉള്ളവർക്ക് ഇത് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ ഈ ഒരു സ്കാൽപ്പ് സ്ക്രബ്. അല്ലെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ നല്ലോണം ഡേർട്ട്, ചളി, എണ്ണ ഒക്കെ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കളയാൻ ഇത് പെർഫെക്റ്റാണ്. കുറേ ഹെയർ സ്ക്രബ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതിലിപ്പോൾ എൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടമായത് ഈ ഒരു പ്രൊഡക്റ്റാണ്. എനിക്കും ഹരിക്കും നല്ലോണം താരനുണ്ട് തലയിൽ. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ അല്ലെങ്കിൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യിക്കുന്നു. നല്ല തരിയുണ്ട്, നല്ല ക്രീമി പ്രൊഡക്റ്റാണ്. ഇത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പിൽ ഇത് വകഞ്ഞ് ഞാൻ സ്കാൽപ്പിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്യും. നന്നായിട്ട് എല്ലാവരുടെയും തലയോട്ടിയിലും മൊത്തം നന്നായിട്ട് സ്ക്രബ് ചെയ്ത ശേഷം ഞാനൊരു 20-25 ചിലപ്പോൾ ഞാൻ 45 മിനിറ്റ്സ് ഒക്കെ ഇരിക്കും. അപ്പോൾ നമുക്ക് ഒരു പെപ്പർമെൻറ്റിൻ്റെ ഒരു ടിങ്ക്ലിങ് എഫക്റ്റ് ആണോ അതോ എന്താ പറയുക എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ടിങ്ക്ലിങ് എഫക്റ്റ് പോലെയോ അല്ലെങ്കിൽ ആ ഒരു പെപ്പർമെൻറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെൻസേഷൻ ഇല്ലേ, അതുപോലെ നമുക്കൊരു ഫീൽ ചെയ്യും. ഒരു 20-25 മിനിറ്റ്സ് അല്ലെങ്കിൽ 30-35 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വാഷ് ചെയ്യും. ഷാമ്പു ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യും. ഒന്നല്ലെങ്കിൽ ഹെയർ മാസ്ക് യൂസ് ചെയ്യും, അല്ലെങ്കിൽ കണ്ടീഷണർ യൂസ് ചെയ്യും ഫൈനൽ സ്റ്റെപ്പായിട്ട്. ഇത് എന്തായാലും ഇതും നിങ്ങൾ നല്ലൊരു ഹെയർ സ്ക്രബ് അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു ഹെയർ സ്ക്രബാണ് കേട്ടോ. എനിക്ക് ഞാൻ കുറേ ഹെയർ സ്ക്രബ് ട്രൈ ചെയ്ത് നോക്കിയാതൊന്നും എനിക്ക് ഇഷ്ടമായില്ല. ഇതാണ് എനിക്ക് ഇഷ്ടമായത്. കുറച്ച് പ്രൈസി ആണെങ്കിലും ഇറ്റ്സ് ഗുഡ്. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ യൂസ് ചെയ്ത എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് നോക്കോളൂ, വാങ്ങിക്കോളൂ. നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താം. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.